സീതമ്മ, ഒരുക്കങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ആ കൃഷ്ണനാണെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും നിന്നെ പോലെ അല്ലേ? ഇത്തവണ നമ്മൾ ഒരുക്കങ്ങളൊക്കെ നടത്തിയത് കൃഷ്ണന്റെ തീം വെച്ച മോളെ. അപ്പൊ സീതമ്മ, നമ്മള് കൃഷ്ണന്റെ കഥകളാണോ പറയാൻ പോകുന്നത്? പണ്ട് പഴയ വീട്ടില് നമ്മള് രാമ, സീത, ആഞ്ജനേയന്റെ കഥകളൊക്കെ അല്ലേ പറഞ്ഞിരുന്നത്? ഇത്തവണ നമ്മള് കൃഷ്ണന്റെ കഥയാണ് പറയാൻ പോകുന്നത്. സീതേ, നീ വന്ന ശേഷം ആഘോഷങ്ങളൊക്കെ അടിപൊളിയാവുന്നുണ്ട്. ഞങ്ങളും എല്ലാ ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ വലിയ ചിരിയോ കളിയോ ബഹളോ ഒന്നും ഉണ്ടാവാറില്ല. നീ സിഹിം വന്ന ശേഷമാ വീട്ടിലൊരാള് ബഹളമൊക്കെ ഉണ്ടായത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ സാധന. സത്യാണ്, ഈ വർഷം നമ്മുടെ വീട്ടിലെ ദസറ ആഘോഷമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം ഞങ്ങളെല്ലാരും കൂടെ ചെയ്തതാ. എങ്ങനെയുണ്ട് ബഡ്ഡി ബംഗരിയമ്മ ആന്റി? ബ്യൂട്ടിഫുൾ. നീ പീ ധരിച്ച ലങ്ക ബ്ലൗസും പിന്നെ ഈ ഒരുക്കങ്ങളൊക്കെ നിന്റെ സീതാമാതയല്ലേ റെഡിയാക്കിയത്? എന്നാലും ഈ പാവകളിൽ എന്തോ ഒന്ന് മിസ്സിംഗ് ആയതുപോലെ തോന്നുന്നു. മിസ്സിങ്ങോ? അതെന്താമേ? സംതിങ് ഈസ് മിസ്സിംഗ്. എന്താ മിസ്സിംഗ് അമ്മേ? സീതേ, ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് നോക്കാം നമുക്ക്. രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് നീ കാലി ചക്രം കെട്ടി വെച്ച പോലെ ഓടിക്കൊണ്ടിരിക്കുവോ. നിനക്ക് വിശപ്പൊന്നുമില്ലേ? ഇന്ന് വിശന്നാലും എനിക്ക് സഹിക്കാൻ പറ്റും. ഞാൻ വ്രതം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപവാസത്തിലാ. ഉപവാസമോ? വ്രതം? എന്ത് വ്രതാ സീത? ഇന്ന് മുഴുവൻ ഉപവാസം ഇരിക്കുവാണോ സീതേ? എന്റെ സീതമ്മ പഴയ വീട്ടില് ഉപ്പാസം എടുക്കുമായിരുന്നു. ആഴ്ചയിലൊരിക്കൽ ഉപ്പാസം എടുക്കുന്നത് നല്ലതാണെന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു. എനിക്കും വലിയ കുട്ടിയായിട്ട് ഉപ്പാസം എടുക്കണം. പക്ഷെ സീത, ഇപ്പൊ പെട്ടെന്നൊരു ഉപവാസം എന്തിനാ? അതും ഇന്നത്തെ ദിവസം? വ്രതം എടുക്കുന്ന ദിവസം കാരണം എന്താണെന്ന് പറയാൻ പാടില്ലെന്നല്ലേ അമ്മേ? കറക്റ്റ് കറക്റ്റ്. ഇങ്ങനത്തെ കാര്യങ്ങളില് നീയാ എന്റെ അമ്മ. വ്രതം എടുക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ചോദിക്കരുതെന്ന് എനിക്ക് തോന്നിയതുമില്ല. നിങ്ങളെല്ലാം കഴിച്ചിട്ട് വാ. നിങ്ങൾ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആരതി എടുക്കാം. ഞാൻ എന്തായാലും റെഡിയായി കഴിഞ്ഞു സീത. നിങ്ങൾ ആരതി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇറങ്ങായിരുന്നു. പോകുവാണെന്നോ? എങ്ങോട്ട്? ഇന്ന് ശ്യാമിന്റെ ശാലിനിയുടെയും കൂടെ ഡോക്ടർ അനന്തലക്ഷ്മി മീറ്റ് ചെയ്യാൻ പോണ ദിവസമല്ലേ? നീ മറന്നോ? ഇല്ല റാം, നിങ്ങൾ അനന്തലക്ഷ്മിയെ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. വൈ? വാട്ട്സ് റോങ്? എന്താ ഞാൻ പോയാലേ? റാം, ഇന്ന് വീട്ടിൽ പൂജ നടക്കുക. എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ? എന്നിട്ട് നിങ്ങൾ പുറത്തു പോയാ എങ്ങനെയാ? ഞാൻ എന്തായാലും നിങ്ങൾ എങ്ങോട്ടും വിടില്ല. കമോൺ സീത, പൂജയ്ക്ക് ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ? പക്ഷെ അതിനേക്കാൾ പ്രധാനം ശ്യാമിനും ശാലിനിക്കും അവരുടെ കുഞ്ഞിനെ കിട്ടുന്നതല്ലേ? അവർക്ക് അവരുടെ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുത്ത്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. മോറോവർ അവര് മാത്രം അങ്ങോട്ട് പോയാൽ ഡോക്ടർ അനന്തലക്ഷ്മി അവരെ മൈൻഡ് പോലും ചെയ്യില്ല. ഇല്ല റാം, നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ശാലിനി, നീ ഇതുവരെ റെഡി ആയില്ലേ? കമോൺ, ഗെറ്റ് റെഡി. നമ്മൾ ഡോക്ടർ അനന്തലക്ഷ്മിയെ മീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോ അങ്ങോട്ട് പോകണ്ട ശ്യാം, പ്ലീസ്. നിന്റെ പ്രശ്നം എന്താ ശാലു? എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. ഒന്ന് മനസ്സിലാക്ക്. റാം നമ്മളോട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്താ നിന്റെ പ്രശ്നം? നോക്ക്, റാം വന്ന ഡോക്ടർ നമ്മുടെ കുഞ്ഞിന്റെ എല്ലാ ഡീറ്റെയിൽസും തന്നോളും. നമ്മൾ മാത്രം പോയ ഒന്നും നടക്കില്ല. എന്താന്ന് വെച്ചാ അങ്ങനെ ഒരു കാര്യമല്ലേ ചെയ്തു വെച്ചത്. റാം നമ്മുടെ കൂടെ വന്നാലും ഒന്നും നടക്കില്ല. ആ അനന്തലക്ഷ്മി നമുക്ക് ഒരു ഹെൽപ്പും ചെയ്യില്ല ശ്യാം. അത് നിനക്കെങ്ങനെ അറിയാം? റാം അവരുടെ ഫാമിലി ഫ്രണ്ടാ. അവർ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കും. നീ ഒരു തെറ്റ് ചെയ്തവളാ. അത് തിരുത്താനുള്ള ഒരു അവസരമാണ് നിനക്കിത്. ട്രൈ ടു ഷോ സം ഇൻട്രസ്റ്റ് പ്ലീസ്.
ഇനിയും കുഞ്ഞിനെ കിട്ടുന്ന സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ് ശ്യാം. നമുക്ക് ഒരു കുഞ്ഞിനെയും കിട്ടില്ല. ആ അനന്തലക്ഷ്മി നമ്മളെ ക്ലിനിക്കിന്റെ അകത്ത് പോലും കേറ്റില്ല. എനിക്കിതിനൊന്നും കഴിയില്ല ശ്യാം. ഞാൻ വരില്ല. വാട്ട്സ് റോങ് വിത്ത് യു ശാലിനി? കുഞ്ഞിനെ കിട്ടില്ല എന്ന് എപ്പോഴും നെഗറ്റീവ് പറയുന്നത് എന്തിനാ? നോക്ക്, റാം നമ്മുടെ കൂടെ ഉള്ളപ്പോ ഡോക്ടർ അനന്തലക്ഷ്മിക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഡെലിവറി സമയത്ത് നമുക്ക് എന്തോ പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോരെ? എന്തു പറയും? നമ്മൾ പറയുന്ന കഥയൊക്കെ അവരെ വിശ്വസിക്കോ? കുഞ്ഞിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാൻ ലണ്ടനിലായിരുന്നപ്പോ ഹെൽത്ത് പ്രോബ്ലം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നോ, നിനക്ക് ആ ടെൻഷൻ കൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഡോക്ടറെ ഒന്ന് കൺവിൻസ് ചെയ്യാം. എന്തായാലും നമ്മുടെ കുഞ്ഞല്ലേ. നമ്മുടെ കുഞ്ഞിപ്പോ എവിടെയാ, ആരുടെ കൂടെയാ, അതറിയാനുള്ള റൈറ്റ്സ് ഇല്ലേ? നോ ശ്യാം, നീ പറയുന്നതൊന്നും ഒരിക്കലും വർക്കൗട്ട് ആകില്ല. ഈ കാര്യം നീ കരുതുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. ശരിയാ, സിമ്പിൾ അല്ല. പക്ഷെ നമ്മളിപ്പോ ഇത് സംസാരിച്ച് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ആ കുഞ്ഞിന് ഒരിക്കലും ലഭിക്കില്ല. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അല്ല ശ്യാം, ദയവ് ചെയ്ത് ഇനി ഒന്നും പറയില്ലേ ശാലു. നമ്മളിപ്പോ ഡോക്ടർ അനന്തലക്ഷ്മിയെ മീറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ്സ് ഇറ്റ്. റാം കാണിക്കുന്ന ഇൻട്രസ്റ്റ് പോലും നിനക്കെന്താ ഇല്ലാത്തത്? ഐ കാൻറ്റ് ബിലീവ് ദിസ്. ഇത്രയും കാലം സത്യം മറച്ചു വെച്ച് നീ ചെയ്ത തെറ്റിന് ഇത് നീ അനുസരിച്ചേ പറ്റൂ. നൗ കം ഓൺ, ഗെറ്റ് റെഡി. ഐ സെഡ് ഗെറ്റ് റെഡി. അനന്തലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്തിനാ രണ്ടുപേരും ആർഗ്യൂ ചെയ്യുന്നേ? ഇപ്പൊ എന്താ? ഇന്നത്തെ ദിവസം അപ്പു വീട്ടിലുണ്ടാവണം, അതല്ലേ വേണ്ടു? സീത പറയുന്നതിലും കാര്യമുണ്ട് അപ്പു. നോക്ക്, ദസറയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തത് അവള്. എന്നിട്ട് നിന്റെ ഇഷ്ടത്തിന് നീ പോയാലോ? ഒരാഘോഷ ദിവസം വീട്ടിലുള്ളവര് വീട്ടിലുണ്ടാവുന്നതാ നല്ലത്, അല്ലേ സീത? അപ്പോ എനിക്കറിയാം, നീ അവർക്ക് കൊടുത്ത വാക്ക് നിനക്ക് നിറവേറ്റണം. അതിന് നിനക്ക് ഡോക്ടർ അനന്തലക്ഷ്മിയെ മീറ്റ് ചെയ്തേ പറ്റൂ. നിനക്ക് അപ്പോ ഇന്നത്തെ ദിവസം വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത് ഇഷ്ടമല്ല, അല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ പ്രോബ്ലത്തിന് എൻ്റെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഡോക്ടർ അനന്തലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചൂടാ? അത് പോരെ സീത? വെരി ഗുഡ് ഐഡിയ മേമ. എനിക്കിത് കത്തിയതേ ഇല്ല. ഇന്നെനിക്ക് വീട്ടിൽ നിൽക്കാനും പറ്റും, കൂടാതെ ആ സർവോഗേറ്റ് മദറിന്റെ ഡീറ്റെയിൽസും കണ്ടെടുക്കാൻ പറ്റും. ശ്യാമിനൊരു ഉത്തരം കിട്ടും. പ്ലീസ് കോൾ മേമ. ഡെഫിനറ്റ്ലി, ഇപ്പൊ തന്നെ വിളിക്കാം. ശ്യാമ ഫോൺ ചെയ്യുന്നത്. ഹായ് ശ്യാം. റാം, വി ആർ റെഡി. ശ്യാമേ, ശാലിനിയും കുട്ടി ഇങ്ങോട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്താം, അവിടെ വെച്ച് കാണാം. ഏയ് നോ 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 നോ, ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വാ. എന്താ റാം, ഇന്ന് നിനക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വരാൻ കഴിയില്ലേ? എടാ, ആദ്യം നീ വീട്ടിലേക്ക് വാ, എല്ലാം ഞാൻ പറയാം. ഓക്കെ, ശരി. സീ സൂൺ. ഇനിയിപ്പോ റാമിന്റെ വീട്ടിലേക്ക് പോകണോ? മേമ, അവർ വരുന്നുണ്ട് കേട്ടോ. വൗ, ഡിയർ ഡോക്ടർ അങ്കിൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? ശ്യാമും ശാലിനിയും വന്ന ഇവിടെ ശരിക്കും നല്ല ആഘോഷമായിരിക്കും, ഗണേശോത്സവം പോലെ. സിഹി, വാ, നിനക്ക് ഞാൻ മുടി എടുത്തരാം. ഇന്നത്തെ ദിവസം മുടി ഇങ്ങനെ ഇട്ട് നീ വെറുതെ ഓടിക്കളിക്കണ്ട, വാ. മേമ,
ഡോക്ടർ അനന്തലക്ഷ്മി ഒന്ന് എത്രയും വേഗം വിളിക്കാമോ? ഡെഫിനറ്റ്ലി അപ്പു, ഇപ്പൊ തന്നെ വിളിക്കാം. താങ്ക്സ് മേമ. Ashoka tea is ready. എന്താ മണം! മൈ ഫേവറേറ്റ് മസാല ചായ. ഏ? അശോക്, ഈ കപ്പ് ഉടഞ്ഞതായിരുന്നല്ലോ, ഇത് ഒട്ടിച്ചോ? ഇപ്പൊ കണ്ട ഉടഞ്ഞതാണെന്ന് ആരും പറയില്ല. ഇതിപ്പോ മുന്നത്തെക്കാളും നന്നായിട്ടുണ്ടല്ലോ. പിന്നെ ഈ അശോക് വെറുതെ വിടും തോന്നുന്നുണ്ടോ? ആക്ച്വലി അന്ന് നിങ്ങൾ എന്നെ വെറുതെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാന്ന് ഓർത്തെ. ബട്ട് ഇപ്പൊ ശരിക്കും ഒട്ടിച്ചു വെച്ചല്ലോ. താങ്ക് യു സോ മച്ച് അശോക്. ഈ കപ്പ് എന്റെ ലൈഫ് പോലെയാണല്ലേ. മുമ്പുള്ളതിനേക്കാൾ ഇപ്പോഴാ സൂപ്പറായേ. അപ്പൊ എന്റെ ലൈഫും ഇനി മുന്നത്തെക്കാൾ ഒരുപാട് സൂപ്പറായിരിക്കും അല്ലേ? ഓഫ് കോഴ്സ് മോളെ. അമേസിംഗ്. എന്താ അമേസിംഗ് എന്ന്? ഞാൻ അതിൽ ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല. നിനക്ക് ജിഞ്ചർ ടീ ഇഷ്ടമാ, ബട്ട് നീ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതല്ലേ, ഹീറ്റ് ആവുമെന്ന് കരുതി. ഇറ്റ്സ് ഓക്കെ. ഇനി മുതൽ ഞാനും ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ശീലമാക്കിക്കോളാം. അത് സ്വീറ്റാക്കാൻ നിങ്ങളുണ്ടല്ലോ എൻ്റെ ലൈഫിൽ. അശോക്, ടീ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. മോളെ, നീ ഇങ്ങനെ എൻ്റെ ചായയെ പ്രശംസിക്കുന്നതൊക്കെ കണ്ട ഞാനൊരു കോഫി ഷോപ്പ് തുടങ്ങിയാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. ഗുഡ് ഐഡിയ. അങ്ങനെ ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത കസ്റ്റമർ ആയിരിക്കും. പക്ഷെ ചായ എനിക്ക് ഫ്രീ ആയിട്ട് തരണം കേട്ടോ. ആ, ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ചായ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പ് തുടങ്ങുന്ന എന്തിനാ? നിനക്ക് ഇവിടെ വീട്ടിലുണ്ടാക്കി തന്നാ പോലെ. പക്ഷെ അശോക്, എനിക്ക് ഈ ടീമൊക്കെ കാണുമ്പോഴൊക്കെ വല്ലാതെ ചിരി വരും. എന്താ, അത് ഒട്ടിച്ചത് നന്നായില്ലേ? ആക്ച്വലി ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മഗ് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 50 ലക്ഷം രൂപ വന്നത്? ഉണ്ട്. സോ നിങ്ങൾ ആ പണം അയച്ചപ്പോ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ എന്റെ അക്കൗണ്ടിൽ അത്രയും പണം കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമെന്ന് വെച്ച് ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോകും. അവിടുന്ന് വാങ്ങിയതാ ഞാൻ ഈ മഗ്. കടയിൽ ചെന്നിട്ട് ക്യൂൻ എലിസബത്ത് ആണെന്നുള്ള മട്ടിലായിരുന്നു എന്റെ പെർഫോമൻസ്. അവരും മാഡം അത് കോസ്റ്റ്ലിയാ ഇത് കോസ്റ്റ്ലിയാ എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. ഞാനും വെറുതെ ഇരിക്കോ, ഏയ് വേണമെങ്കിൽ നിന്റെ കട തന്നെ ഞാൻ വാങ്ങുന്നൊക്കെ ഡയലോഗ് അടിച്ചു. സോ സ്വീറ്റ് മെമ്മറീസ്. നീ കുടിക്ക്. ലക്ഷ്മിയെ മീറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ റാമിന്റെ വീട്ടിലേക്കാണോ പോകുന്നേ? റാമിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ ലക്ഷ്മിയെ കാണാൻ പോവാനാന്നാ പറഞ്ഞത്. റാം വരാൻ പറഞ്ഞു. സോ ആ പോവാം. ഇല്ല ശ്യാം, ഞാൻ വരില്ല. ആ വീട്ടിലേക്ക് വരാൻ എനിക്ക് മൂടില്ല. ഐ എം സോറി. വരില്ലേ? അതെന്താ വന്നാല്? വരില്ല എന്ന് പറഞ്ഞാ വരില്ല, അത്ര തന്നെ. ഒരു കാരണമില്ലാതെ വരില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നെ ഫോഴ്സ് ചെയ്യണ്ട ശ്യാം. ഓ ഗോഡ്. ശാലിൻ, എന്താ നീ ഇങ്ങനെയൊക്കെ? അങ്ങോട്ട് വരാൻ നിനക്ക് എന്താ പ്രശ്നം? അവിടുന്ന് ഡയറക്റ്റ് ലക്ഷ്മിയുടെ ഹോസ്പിറ്റലിലോട്ട് പോകാനാണെന്ന് തോന്നുന്നത്. ദയവേത് നീ ഒന്ന് വാ. നിങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോ പറ, ഞാൻ വന്ന് ജോയിൻ ആയിക്കോളാം. പക്ഷെ റാമിന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല ശ്യാം, എനിക്കിഷ്ടമല്ല. അതെന്തുകൊണ്ട്? കാരണം എനിക്ക് ആ സീതയുടെ മുഖം കാണുമ്പോ തന്നെ മേലാകെ ചൊറിഞ്ഞു വരും. എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ല. വാട്ട്? സീത അവര് നിന്നെ എന്ത് ചെയ്തിട്ടാ? ഈ ലോകത്ത് നല്ലതായിട്ട് അവള് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോവും അവളുടെ പെരുമാറ്റം കാണുമ്പോ. അത്രയ്ക്ക് അഭിനയം. ഐ ഹേറ്റ് ഹെർ ശ്യാം. എനിക്ക് അവളെ കാണുന്നത് തന്നെ ഇറിറ്റേഷനാ. അതുകൊണ്ട് ഞാൻ വരില്ല. റിയലി? ഓ, അതെന്തിനാ ഇറിറ്റേഷൻ? അവരുടെ ഉള്ളിലെ നന്മ നിനക്കില്ലാത്തതുകൊണ്ടാണോ? ശ്യാം, അതെ, ആ സീതക്കുള്ള 1% നല്ല ഗുണം പോലും നിനക്കില്ല. അത്ര നല്ല മനസ്സുള്ള ഒരു പെണ്ണിനോട് നിനക്ക് വെറുപ്പാണ് പോലും. എന്താ നിന്റെ പ്രശ്നം?
അവരെന്താ നിന്നോട് ചെയ്ത്? നമുക്ക് താമസിക്കാൻ ഒരു വീടില്ലാഞ്ഞ സമയത്ത് അവരുടെ വീട്ടിൽ നമുക്കൊരു അഭയം തന്നു. ഒരു കുറവും വരുത്താതെ നോക്കി. അതാണ് അവർ ചെയ്ത തെറ്റ്. ആ എന്റെ മുന്നിൽ സീതയെ വെച്ച് അധികം സംസാരിക്കരുത് ശ്യാം. എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നല്ലവരുടെ കൂടെ നിൽക്കാൻ ഒരു ഭാഗ്യം വേണം. അത് നിനക്കില്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഛേ, നീ ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയില്ല ശാലു. നീ എന്തിനെങ്ങനെ ചെയ്യുന്നതെന്നും മനസ്സിലാവുന്നില്ല. മേ ബി നിനക്ക് ആ ഡോക്ടറിനെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ടായിരിക്കും. അവിടേക്ക് വരാതെ രക്ഷപ്പെടാനല്ലേ ഇങ്ങനെയൊക്കെ. വാട്ടെവർ, ഐ ആം ഗോയിങ്. കുഞ്ഞ് ജനിച്ചപ്പോ വരാതെ ഇപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിൽ പെട്ടെന്ന് കൺസേൺ കാണിക്കുന്ന ഈ ശ്യാമിൽ നിന്നും ശാലിനിയിൽ നിന്നും എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? അവരിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ട്. അനന്തലക്ഷ്മി മാം ഇങ്ങോട്ട് വരുന്നുണ്ട്. അഥവാ അവർ അന്വേഷിക്കുന്ന സറോഗസി മദർ ഞാനാണെന്ന് അവർക്ക് മനസ്സിലായ ഇവരെല്ലാവരും ചേർന്ന് എന്റെ സിഹിയെ അവരുടെ കൂടെ പറഞ്ഞയക്കും. ഇല്ല, ഇത് ആലോചിച്ചിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സീതമ്മ, മുടിയുടെ കെട്ടൊക്കെ അഴിച്ചു. ഇനി നീ എനിക്ക് മുടി കെട്ടിത്താ. എന്തു പറ്റി സീതമ്മ? ഞാൻ കള്ളം പറഞ്ഞല്ല. നീ വേണമെങ്കിലേ മുടിയിൽ തൊട്ട് നോക്കിക്കോ. നീ ഒരിക്കലും കള്ളം പറയില്ല മോളെ. ഞാൻ ആ സത്യം പറയാൻ പറ്റാതെ ഒട്ടും പോയില്ലല്ലോ. പ്രോമിസ് സീതമ്മ, നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാൻ ഡോക്ടർ അങ്കിളുടെ വീട്ടില് വീണ്ടും സ്ലീപ്പ് അവറിന് പോകുന്ന കരുതിയിട്ടാണോ? ഇനി ഞാൻ എങ്ങോട്ടും പോവില്ല സീതമ്മ. എന്താണെന്നോ സീതമ്മ, ഞാൻ ഡോക്ടർ അങ്കിളുടെ വീട്ടില് സ്ലീപ്പ് അവറിന് പോയപ്പോ ഞാൻ അവരുടെ സോഫയില് ജമ്പ് ചെയ്ത് കളിച്ചപ്പോ ശാലിനി ആന്റി എന്നോട് ദേഷ്യം പിടിച്ചു. എന്നോട് ശരിക്കും സംസാരിച്ചത് പോലും ഇല്ല. പിന്നെ എനിക്ക് വിശന്നപ്പോഴില്ലേ, ഞാൻ ഭക്ഷണം ചോദിച്ചപ്പോ ശാലിനി ആന്റി എത്രയാ കഴിക്കുന്നേ, കൊച്ചു കുട്ടികളെ എത്രയാ കഴിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പോവില്ല സീത. എങ്ങോട്ടും പോവില്ല. താങ്ക് യു സോ മച്ച് മോളെ. ഇത്രയും മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ മരിക്കുന്നവരെ നീ എന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഞാൻ മരിക്കുന്നവരെ നീ എന്റെ കൂടെ ഉണ്ടാവണം. സോറി പറ. സോറി സോറി. നിങ്ങൾ രണ്ടുപേരും ശരിയല്ല. അല്ല, എന്നെ കൂടാതെ നിങ്ങൾ രണ്ടുപേരും മാത്രം എന്തൊക്കെ സംസാരിക്കുന്നു? അതുകൊണ്ടാ ഇവളിനെ മുടി കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഇതുവരെ ചെയ്തില്ലല്ലോ. മുടിയുടെ കെട്ടൊക്കെ അഴിച്ചു കഴിഞ്ഞു. ഇനി സീതമ്മ എനിക്ക് മുടി കെട്ടി തന്നാ മതി. സീത, ഒന്ന് വേഗം വാ. ശ്യാം ശാലിനിക്ക് ഇപ്പൊ തന്നെ വരും. ചക്കര, നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മുടിയുടെ സഹായിക്കാം. വേണ്ട അച്ഛാ, സീതമ്മ തന്നെ കെട്ടി തന്നോളൂ. നിനക്ക് അതൊന്നും അറിയില്ല. ഓ, നിന്റെ സീതമ്മയ്ക്ക് മാത്രമേ മുടി എടുത്താൻ അറിയുള്ളൂ അല്ലേ? നീ നോക്കിയോ, ഞാനിത് പഠിച്ച് കാണിച്ചു തരാം. കെട്ടിക്കോ. ഇത്ര ഈസിയാണോ? ഇതിനാണോ ഇത്ര പ്രയാസം? സിഹിമോളെ, നാളെ തൊട്ട് ഇതെല്ലാം ഞാൻ ചെയ്തു തരാം. ഓക്കെ ചക്കരേ. സീത, വാ വാ, ലെറ്റ്സ് ഗോ. റാം, പ്ലീസ് ഈ അന്വേഷണമൊക്കെ ഇവിടെ വെച്ച് നിർത്ത്. എന്താ സീത, വാട്ട് ഹാപ്പൻ?
ഇതെന്തോ എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. നിങ്ങളോട് ഇതെങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ മനസ്സിലായി എനിക്ക്. എപ്പോഴും ശ്യാമ ശാലിനി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ സമയം തരാഞ്ഞിട്ടാ. അവർ രണ്ടുപേരും വന്നു എന്ന് തോന്നുന്നു. കൂടെ അനന്തലക്ഷ്മി വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ എല്ലാ അന്വേഷണത്തിനുമുള്ള ഉത്തരം ലഭിക്കും. ഡോണ്ട് വറി, വേഗം അങ്ങോട്ട് വാ. ഒരു കാര്യം മറന്ന, ഐ ലവ് യു സീതാ. ശ്യാമും ശാലിനി ഇങ്ങോട്ട് എത്തിയോ? ഇവരെന്തിനാ വീണ്ടും ഇങ്ങോട്ട് വരുന്നത്? ശ്യാം, കേറി വാ. ശാലിനി എവിടെ? ശാലിനി അവിടെ ആഘോഷമൊക്കെ ഉണ്ടല്ലോ, വന്നു കാണില്ലല്ലേ? ആഹാ. ഹായ്, ഹാപ്പി നവരാത്രി. എന്റെ സിഹിമോൾക്കും ഹാപ്പി നവരാത്രി. താങ്ക് യു. ഹായ് ശ്യാം, നവരാത്രി ദിനാശംസകൾ. താങ്ക് യു, സെയിം ടു യു. ഒരുക്കമൊക്കെ വളരെ നന്നായിട്ടുണ്ടല്ലോ. വാവ്, ഈ കൃഷ്ണബിംബം വളരെ അട്രാക്റ്റീവ് ആണല്ലോ. ഇതൊക്കെ സീതയുടെ സിഹിയുടെ ഐഡിയ ആണോ? നിന്നെയും കാണാൻ പാവക്കുട്ടിയെ പോലെ. എന്നിട്ട് നിന്നെന്താ ഈ പാവക്കുട്ടികളുടെ ഇടയിൽ ഇരുത്താഞ്ഞേ? ഹായ് റാം. ഓ ഹായ് സീത. ഈ പാവളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. താങ്ക് യു. ആ പിന്നെ എസ്പെഷ്യലി ഈ കൃഷ്ണന്റെ തീം വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ വസുദേവ ദേവകി പാവയൊന്നുമില്ലല്ലോ. അതെന്താ, കിട്ടിയില്ലേ?